നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 11, 42 മുതൽ 46 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു അരുളി ചെയ്തു, ഫരിസേയരെ, നിങ്ങൾക്ക് ദുരിതം! എന്തെന്നാൽ നിങ്ങൾ അരൂതയുടെയും തുളസിയുടെയും മറ്റെല്ലാ ചെടികളുടെയും ദശാംശം കൊടുക്കുന്നു, എന്നാൽ ദൈവത്തിൻ്റെ നീതിയും സ്നേഹവും നിങ്ങൾ അവഗണിച്ചു കളയുന്നു. ഇവയാണ് നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്, മറ്റുള്ളവ അവഗണിക്കാതെ തന്നെ. ഫരിസേയരെ, നിങ്ങൾക്ക് ദുരിതം! എന്തെന്നാൽ നിങ്ങൾ സിനഗോഗുകളിൽ പ്രമുഖ സ്ഥാനവും പൊതുസ്ഥലങ്ങളിൽ അഭിവാദനവും അഭിലഷിക്കുന്നു. നിങ്ങൾക്ക് ദുരിതം! എന്തെന്നാൽ കാണപ്പെടാത്ത കുഴിമാടങ്ങൾ പോലെയാണ് നിങ്ങൾ. അതിൻ്റെ മീതെ നടക്കുന്നവൻ അത് അറിയുന്നുമില്ല. നിയമജ്ഞരിൽ ഒരാൾ അവനോട് പറഞ്ഞു, ഗുരു, നീ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞങ്ങളെ കൂടെ അപമാനിക്കുകയാണ് ചെയ്യുന്നത്. അവൻ പറഞ്ഞു, നിയമജ്ഞരെ, നിങ്ങൾക്ക് ദുരിതം! താങ്ങാനാകാത്ത ചുമടുകൾ മനുഷ്യരുടെ മേൽ നിങ്ങൾ കെട്ടിയേൽപ്പിക്കുന്നു. നിങ്ങളോ അവരെ സഹായിക്കാൻ ഒരു ചെറുവിരൽ പോലും അനക്കുന്നില്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഇന്നത്തെ വായനകൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ ആത്മീയ വളർച്ചയ്ക്കായി ആഗ്രഹിക്കുന്ന ഒരു ദൈവ പൈതൽ നിരന്തരം ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. ആദ്യവാരം നമ്മൾ കേട്ടു, മറ്റുള്ളവരെ നമ്മൾ വിധിക്കരുത്. വിധിക്കുന്ന നാമും പാപം ചെയ്യുന്നവരാണ്. നമ്മുടെ കണ്ണുകൾ എപ്പോഴും മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് ഒരു ത്വരയുണ്ട്. നമ്മളിങ്ങനെ ചുറ്റുപാട് നോക്കും, ആരാണ് തെറ്റ് ചെയ്യുന്നത്, ആരാണ് കുറ്റം ചെയ്യുന്നത്, ആർക്കാണ് കുറവുള്ളത്. ഇതേക്കുറിച്ചൊക്കെ പറയാനും ഇതേക്കുറിച്ച് പരാതിപ്പെടാനൊക്കെ നമുക്ക് 100 നാവാണ്. എന്നാൽ നമ്മളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട് നമ്മളിൽ എന്തെങ്കിലും കുറവുണ്ടോ, നമ്മളിൽ എന്തെങ്കിലും കുറ്റമുണ്ടോ, നമ്മളിൽ എന്തെങ്കിലും പോരായ്മയുണ്ടോ എന്ന് ആത്മശോധനയ്ക്ക് വിധേയമാക്കാൻ പലപ്പോഴും നമ്മൾ തയ്യാറാകാറില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നിരന്തരം മറ്റുള്ളവരെ വിധിക്കുന്നതിലും കുറ്റപ്പെടുത്തുന്നതിലും വ്യാപൃതരായിരിക്കുകയാണ്. കർത്താവ് എന്നാ പറഞ്ഞേ? അവരനെ കുറ്റം വിധിക്കുന്ന നീയും അതേ പാപം ചെയ്യുകയാണ്. ചിലപ്പോൾ നമ്മളിലും ചില മേഖലകളിൽ പാപത്തോടുള്ള ബന്ധങ്ങളും പാപത്തോടുള്ള ചായ്വുകളും സൂക്ഷിക്കുകയെ അപരനിൽ നമ്മുടേതല്ലാത്ത മറ്റെന്തെങ്കിലും പാപങ്ങൾ നമ്മൾ കാണുമ്പോൾ അതിനെക്കുറിച്ച് പരാതി പറയുക, കുറ്റം പറയുക, പരദൂഷണം പറയുക, മറ്റുള്ളവർ മുമ്പിൽ അത് ഉയർത്തി കാണിക്കുക, ഇതൊക്കെ നാം നമ്മെ തന്നെ വിധിക്കുന്നതിന് തുല്യമാണെന്നാണ് ഇന്നത്തെ ആദ്യ വായനയിൽ പറയുക. അതുകൊണ്ട് വിധിക്കപ്പെടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ മറ്റുള്ളവരെ വിധിക്കരുത്. ഇനി നമ്മുടെ ആത്മീയ വളർച്ച നമ്മൾ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ മറ്റുള്ളവരെ വിധിക്കുന്നതിന് പകരം നാം നമ്മെ തന്നെ വിധിക്കാൻ തുടങ്ങും. അവിടെ കൊരിന്തോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ 11-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്, നാം നമ്മെ തന്നെ വിധിച്ചിരുന്നെങ്കിൽ, നാം നമ്മെ തന്നെ കുറ്റപ്പെടുത്തിയിരുന്നെങ്കിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയില്ലായിരുന്നു. നാം നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കിയാൽ നാം നമ്മെ തന്നെ കുറ്റപ്പെടുത്താൻ തക്ക വിധത്തിൽ 100,000 പ്രശ്നങ്ങൾ നമ്മളിലുണ്ട്. നമ്മളിൽ തന്നെ വിശുദ്ധീകരിക്കപ്പെടേണ്ട, സൗഖ്യം കിട്ടേണ്ട, വിടുതൽ കിട്ടേണ്ട, മാനസാന്തരം ആവശ്യമുള്ള എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഉള്ളിൽ ഒതുക്കി വെച്ചുകൊണ്ടാണ് അപരൻ്റെ ഏതെങ്കിലുമൊക്കെ ചെറുതും വലുതുമായ കുറവുകളിലേക്ക് നമ്മൾ കണ്ണു നട്ടിരിക്കുന്നത്. നമ്മൾ നോക്കും എല്ലാവർക്കും പ്രശ്നമാണ്, നമ്മൾ നോക്കുമ്പോൾ ചുറ്റുപാട് എല്ലാവർക്കും പ്രശ്നങ്ങളുള്ളവരാണ്. അപ്പോൾ നമ്മുടെ കണ്ണുകൾ എങ്ങനെയാണ്, നമ്മുടെ കാഴ്ചപ്പാടിനെയാണ് ഇന്നത്തെ ആദ്യ വായന നമ്മൾ വചനത്തിലൂടെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് വിധിക്കാതിരിക്കാൻ കർത്താവ് പറഞ്ഞു, വിധിക്കാതിരിക്കാൻ നീ മറ്റുള്ളവരെ വിധിക്കരുത്. വിധിക്കുന്ന പ്രവണത നമ്മളിൽ നിന്ന് മാറ്റേണ്ടതുണ്ട്. കാരണം നാം ന്യായവിധിക്കായി ഒരിക്കൽ അവൻ്റെ മുമ്പിൽ വരണമെന്നാണ് ആദ്യ വായന ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ ഒരിക്കൽ എല്ലാവരെയും വിധിക്കുന്ന വിധിയാളനായ കർത്താവിൻ്റെ മുമ്പിൽ നാം കടന്നു വരുമ്പോൾ, അവനെ കണ്ടുമുട്ടുന്ന സമയം വരുമ്പോൾ വചനം പറയുന്നത്, നാം ഓരോരുത്തരും ചെയ്തിട്ടുള്ള നന്മകൾക്കും തിന്മകൾക്കും അവൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പിൽ പ്രതിഫലം സ്വീകരിക്കേണ്ടതിനൊരിക്കൽ വരണമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രതിഫലമുണ്ട്, തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രതിഫലമുണ്ട്. അതുകൊണ്ട് നമ്മെ വിധിക്കുന്നവൻ ദൈവമാണ്.
നമുക്ക് ആരെ വിധിക്കാനുള്ള അവകാശം കർത്താവ് തന്നിട്ടില്ല. കാരണം എന്താ? നമുക്ക് കുറവുണ്ട്. നമ്മൾ മനുഷ്യരാണ്, നമ്മളെല്ലാം തികഞ്ഞവരല്ല. നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ് നമ്മളെല്ലാം തികഞ്ഞവരാണെന്ന്. എല്ലാവരെയും വിധിക്കാൻ തക്കവിധത്തിൽ യോഗ്യത നമുക്കുണ്ട് എന്നുള്ളത് തെറ്റിദ്ധാരണയാണ്. നമ്മളെല്ലാം തികഞ്ഞവരല്ല, നമുക്ക് ബലഹീനതകളുണ്ട്, നമുക്ക് പോരായ്മകളുണ്ട്, നമ്മൾ മനുഷ്യരാണ്. അപ്പോൾ നമ്മുടെ മാനുഷികമായ ബലഹീനതകളിൽ നിന്നുകൊണ്ട് അവരൻ്റെ മാനുഷിക ബലഹീനതകളെ വിധിക്കാനോ കുറ്റപ്പെടുത്താനോ നമുക്ക് അവകാശമില്ല. എന്നാൽ ദൈവം നീതിമാനായതുകൊണ്ട്, അവനെ വിധിയാളനായി നാം ഒരിക്കൽ കണ്ടുമുട്ടേണ്ടത് കൊണ്ട് ദൈവത്തിന് നമ്മെ വിധിക്കാൻ അവകാശമുണ്ട്, അധികാരമുണ്ട്. പക്ഷെ നമുക്കില്ല. ഇത് നമ്മളാണ് ദൈവത്തിൻ്റെ റോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നമ്മളെല്ലാവരെയും വിധിച്ചുകൊണ്ടാണ് ഈ ജീവിതം കടന്നു പോകുന്നത് എന്ന് തിരിച്ചറിയുന്നിടത്താണ്, ഒരു ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കുന്നിടത്താണ് എത്രമാത്രം നാം വിശുദ്ധീകരിക്കപ്പെടണമെന്ന് വചനത്തിലൂടെ നമ്മൾ വെളിപ്പെടുത്തി കിട്ടുന്നത്. സുവിശേഷത്തിൽ അത് തന്നെ കാണുന്നത്. കർത്താവ് പറയുന്നതന്നെ നിയമജ്ഞരോട് പരിസയരോട് പറഞ്ഞ്, നിങ്ങൾ ബാഹ്യമായ എല്ലാ കാര്യങ്ങളിലും അതീവ ശ്രദ്ധയുണ്ട്, കർത്താവിൻ്റെ സ്നേഹവും നീതിയും അവഗണിച്ചുകൊണ്ടാണ് നിങ്ങളിങ്ങനെയുള്ള കാര്യങ്ങളിൽ, റിലീജിയസ് ആയിട്ടുള്ള പ്രവൃത്തികളിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്താൽ മതി. സമൂഹം കൽപ്പിക്കുന്ന, നിയമം കൽപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ഭയങ്കര വ്യഗ്രതയാണ്. എന്നാൽ ദൈവത്തിൻ്റെ നിയമങ്ങളായ നീതിയും സമാധാനവും സ്നേഹവും ഇതിനൊന്നും ഒരു പ്രാധാന്യമില്ല. നമ്മൾ ചിലപ്പോൾ അങ്ങനെ, നമ്മൾ ചില കാര്യങ്ങളിൽ ഭയങ്കര നിർബന്ധ ബുദ്ധിയാണ്. ചില കാര്യങ്ങൾ നമ്മുടെ വൈകാരികതയ്ക്ക് അനുസരിച്ച് നമ്മൾ നിർബന്ധം പിടിക്കും. എന്നാൽ അതിൻ്റെ പിന്നിൽ എത്രമാത്രം ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും നമ്മളിലൂടെ വെളിപ്പെടുത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ടോ, അതിനെക്കുറിച്ച് അല്പം പോലും ആലോചനയില്ലാതെ, ചിന്തയില്ലാതെ നമ്മുടെ മാനുഷിക വൈകാരികത, നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ, നമുക്ക് നിർബന്ധ ബുദ്ധി പിടിക്കേണ്ട ചില വിഷയങ്ങൾ നമ്മൾ വല്ലാതെ അങ്ങോട്ട് നിർബന്ധ ബുദ്ധി പിടിക്കും. എന്നിട്ട് മറ്റുള്ളവരെല്ലാം അങ്ങനെ ചെയ്യണം. നമ്മുടെ നിർബന്ധ ബുദ്ധിക്ക് അനുസരിച്ച് കുടുംബത്തിലുള്ളവർ അംഗീകരിക്കുകയും മാറ്റപ്പെടുകയും, നമ്മൾ മാറാൻ തയ്യാറാകില്ല. നമ്മൾ പറയുന്നത് നടക്കണം. എന്നാൽ നമ്മൾ പറയുന്നതിൽ സ്നേഹമുണ്ടോ? നമ്മൾ ചിന്തിക്കുന്നതിൽ ദൈവത്തിൻ്റെ കരുണയുണ്ടോ? നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുത്തും? ഇതൊന്നും നമ്മൾ ചിന്തിക്കാതെ നമ്മുടെ ബുദ്ധിയും നമ്മുടെ വൈകാരികതയും നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ചില കാര്യങ്ങൾ നമ്മൾ കുടുംബത്തിൽ പറയുമ്പോൾ, പൂർത്തീകരിക്കപ്പെടാൻ ചെയ്യാൻ നിർബന്ധിക്കുമ്പോൾ, നിർദ്ദേശിക്കുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ദൈവീക ഭാവം നഷ്ടപ്പെട്ടു പോകരുത് എന്നുകൂടി സുവിശേഷം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് കർത്താവിൻ്റെ കാരുണ്യത്തിൻ്റെയും വിധിയുടെയും മുമ്പിൽ ആര് തന്നെയായാലും ഒരു നാൾ വരണം എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുമ്പോൾ, ആ കരുണയിലും നീതിയിലും ആ സ്നേഹത്തിലും നമ്മുടെ ജീവിതം സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേട്ട് ജീവിക്കാൻ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഉള്ള കൃപയ്ക്കായി ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആമേൻ.